നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അണികളുടെ കോപം ശമിപ്പിക്കാനായിട്ട് ഒരു വീൺവാക്ക് പറഞ്ഞു. അബദ്ധവശാൽ വീണ് പോയതാണ്. വീണ് പോയതാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാമെന്ന് ഈ പറഞ്ഞു. അപ്പം ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് അപ്പം വീണതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ ഒരു മൊഴിമുത്താണ്. നമ്മൾ എല്ലാ ഘടകങ്ങളും കീഴ്ഘടകങ്ങളെല്ലാം തോൽവി വിശദമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയണം എന്ന് പറഞ്ഞു. അത് ഏത് ഘടകം, ഇപ്പം ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന സമിതി വരെ പറയാം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പറയാം എന്നുള്ള അതിലേക്കാണ് പോയത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നാട്ടുകാരല്ല, പാർട്ടി അംഗങ്ങൾ മൊത്തം അങ്ങോട്ട് കൂടോടെ ഇറങ്ങി വന്ന് പിണറായി വിജയനെയും ഗോവിന്ദനെയും ഊടുപാട് തെറിയും പറഞ്ഞു. ഇവന്മാരെ രണ്ടിനെ ഇറക്കി വിടണം എന്നും പറഞ്ഞു. ഒരുത്തൻ രാജി വെച്ചിട്ട് ഒഴിഞ്ഞു കൊടുത്ത് അവിടെ വേറെ ശൈലജയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം എന്ന് വരെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ ഇത് അവിടെ ചർച്ചയായി കഴിഞ്ഞപ്പം ഈ പരാമർശങ്ങളെല്ലാം അവിടെ വന്നു. അത് മുഴുവൻ രേഖകളിൽ നിന്ന് മാറ്റി. കാരണം പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പള്ളു പറഞ്ഞിട്ട് ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഒഴിയത്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കെട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കും, അപ്പോഴത്തെ അതോടുകൂടി ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയിൽ ഏകാധിപതികളുടെ എണ്ണം 2 ആയി. മാത്രമല്ല, അപ്പോഴും പലരും പറഞ്ഞു ഈ സംസ്ഥാന സമിതിയിൽ നിന്നും ഇത് സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ചർച്ചകൾ. അപ്പോൾ ഇനി ഈ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ എങ്ങനെ താഴെത്തട്ടിൽ അണികളെ കാണും എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഈ നേതാക്കന്മാർ ചോദിച്ചു. അല്ല, ഈ പേര് വെട്ടിയ റിപ്പോർട്ടുമായിട്ട് താഴെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവനെ താഴെ നിൽക്കുന്നവന്മാരെടുത്തിട്ട് ഇടിക്കാതിരുന്നാൽ മതി, ഇടി മേടിക്കും. ഇത് സാധാരണ ഇങ്ങനത്തെ കൂട്ടത്തല്ല് കോൺഗ്രസിന്റെ യോഗത്തിലാണ് കാണാറുള്ളത്. അതെ, ഇവിടെ ഇപ്പോൾ ആ അവസ്ഥയായി. അതെ, ഇവിടെ അങ്ങനത്തെ ഇടി മേടിക്കാനുള്ള സാധ്യത. അല്ലെങ്കിൽ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് ബേബി സഭ നടത്തുന്നത് ഇങ്ങനെ നടക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പോയത് നമുക്കറിയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ശക്തമായ വിമർശനമാണ് CPM-നകത്ത് ഉൾപാർട്ടി ചർച്ചകളിലൊക്കെ തന്നെ ഉണ്ടായത്. അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഇവർ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാൻ പാടില്ല എന്ന് തന്നെ ഒരു ഭാവം വാദിച്ചു. മാത്രമല്ല, ആയ സ്ഥിതിക്ക് അത് രാജിവെപ്പിച്ചിട്ട് ശൈലജ മത്സരിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കണമെന്ന് വരെ പലരും പറഞ്ഞു. CPM സഹയാത്രികരായിട്ടുള്ള സച്ചിദാനന്ദനെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ വരെ പറഞ്ഞു പിണറായി വിജയൻ മത്സരിക്കരുതായിരുന്നു. പിണറായി വിജയൻ നായന്മാർ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ കൂടുതൽ പരാമർശിക്കാനുണ്ട്. പല സാംസ്കാരിക നായന്മാരും വേഷം മാറിക്കഴിഞ്ഞു. അവർ കോൺഗ്രസ് മന്ത്രിമാരെ വീടുകളിൽ തമ്പടിച്ച് കിടക്കുന്നതാണ് പറഞ്ഞത്. അത് സ്വാഭാവികമാണ്. എങ്ങനെയെങ്കിലും സാംസ്കാരിക നായകർക്ക് പദവിയും പറ്റത്തില്ല. പക്ഷെ നമുക്കറിയാം, എല്ലാ ഘടകകക്ഷികളും അതുപോലെ തന്നെ എല്ലാ പാർട്ടി പ്രവർത്തകരും എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ ഒരു പോയിന്റ്, പിണറായി വിജയനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ് തിരിച്ചടിയായത്. എല്ലാവർക്കും മനസ്സിലായല്ലോ സത്യം. കാരണം പിണറായി വിജയൻ്റെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യർക്ക് വെറുത്തിട്ട് ഇതുവരെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ് ഇപ്പം കഴിഞ്ഞ ദിവസം ട്രോള് വരുന്നുണ്ട്. ഇത് റോഡ് സൈഡിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടോ? അത് നമ്മുടെ വെള്ളാനകളുടെ നാടിനകത്ത് ശോഭന വന്നിട്ട് റോഡ് റോളർ കാണിച്ച് മോഹൻലാലിന് ചോദിക്കും ഇതുവരെ കൊണ്ടുപോയില്ല എന്ന് ചോദിക്കുന്നു. അതുപോലെ ഇതുപോലൊരു വലിയ ക്യാപ്റ്റൻ്റെ ഒരു പടം വെച്ചിരിക്കുക. എന്നിട്ട് അതിലിങ്ങനെ കീറിയൊക്കെ ഇരിക്കുകയാണ്. എങ്കിലും അതിനടിയിൽ ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഇവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്, ഇതെന്താ കൊണ്ടുപോകാത്തതെന്ന്. അപ്പോൾ ശരിക്കും എല്ലാ അടിത്തട്ടിലുള്ള ഘടകങ്ങൾ മൊത്തം ഒറ്റക്കെട്ടായിട്ട് ഇവരെ രണ്ടുപേരെയും ഓടിച്ചിട്ട് തെറിയും. ഈ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടും കൊണ്ട് ചെന്നാൽ താഴെത്തട്ടിലാണെങ്കിൽ അടിക്കുക തന്നെ ചെയ്യും. അത് തന്നെ സംഭവിക്കും. കാരണം ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, വ്യക്തി കേന്ദ്രീകൃതമായിട്ട് CPM മാറി എന്നുള്ളത്. അത് പിണറായി ഒന്നോടുകൂടി വ്യക്തി കേന്ദ്രീകൃതമായി. അതെ, അവിടെ സംഘടിതമായിട്ടുള്ള ഒരു പരിപാടിയില്ല, സംഘടന ഇല്ല. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പേര് വെട്ടി മാറ്റാൻ ഇവരെ അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. അവിടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ടെങ്കിൽ, സമിതി അംഗങ്ങളുണ്ടെങ്കിൽ അവരതിനകത്ത് രൂക്ഷമായിട്ട് തന്നെ നിൽക്കണം. അതിനകത്ത് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായത്. ആരെയാണ് ഇവർ ഭയക്കുന്നത്? പിണറായി വിജയൻ. ആ സൈസ് നേതാക്കന്മാർ പാർട്ടിയിലില്ല. ഈ ബഹൂണുകളാണല്ലോ ബാക്കിയോടെ ഉള്ളത്. 2ാം തലമുറ ബഹൂണുകൾ കോമാളികളെല്ലാം അവിടെ ഉണ്ട്. അവർ ഇംഗ്ലീഷ് വലിയ സംസാരിച്ചാന്ന് അറിഞ്ഞൂടെ ഇനി ഇവർ പലരും അവരുടെ അഭിപ്രായങ്ങളെ. ഇംഗ്ലീഷാണല്ലോ ഇപ്പോൾ അവരുടെ പ്രധാന ദൗർബല്യം പലരുടെയും. എന്തായാലും ഒരു പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ഇതിനെ വിലയിരുത്തുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് കീഴ്ഘടകങ്ങളിലേക്ക് ഇവർ ഇട്ടുകൊടുത്ത സമയത്താണ് ഈ പിണറായി വിജയൻ്റെ കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്ക്, പിന്നെ മറ്റേ റെഡ്ഡിയെ വിളിച്ച ഡാഷ്മോനെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മാസ് എൻട്രി ആയിട്ടാണ് വിനിയോഗിച്ചതെങ്കിലും ആ സംഭവം എല്ലാം തിരിച്ചടിച്ചു. പിന്നെ ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രി തോക്കുന്ന ഒരവസ്ഥയിലേക്ക് കാരണങ്ങൾ, ഭരണവിരുദ്ധ വികാരമില്ല
എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിൻ്റെ തീരുമാനം. പക്ഷേ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും എല്ലാം ഉണ്ട് എന്നാണ് കീഴ്ഘടകങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർ പോളിഷ് ചെയ്ത് ഇവർ നാട്ടുകാരെ മനസ്സിലാക്കാത്തവന്മാരായി മാറി എന്നുള്ള സത്യമാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു സന്ദേശ സിനിമയിൽ പറയുമല്ലോ, നമുക്ക് ജനങ്ങളുമായി ബന്ധമില്ലെന്ന്. അത് തന്നെ പണക്കാരന്മാരായിട്ട് മാത്രം ബന്ധം മതി, സാധാരണക്കാരുടെ ജനങ്ങളുമായി ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു സംഘം നേതാക്കന്മാരാണ് അവിടെ ഉള്ളത്. ഇത് കച്ചവടം നടത്തി, ഇത് ഞങ്ങൾക്ക് കച്ചവടം ബിസിനസ്സാണ്, ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഞങ്ങൾ പരമാവധി ലാഭം ഉണ്ടാക്കാൻ നടത്തിയ ഒരു ബിസിനസ്സാണ്. അത് ആ നേതാക്കന്മാർ അക്കാര്യത്തിൽ ബിസിനസ്സിൽ വിജയിച്ചുവെങ്കിലും പാർട്ടി പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഈ പയ്യന്നൂരും മറ്റേ തളിപ്പറമ്പിലും ഉണ്ടായ പരാജയത്തിൽ പാർട്ടിക്ക് വീഴ്ച വന്നു എന്നുള്ള കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് നേതാക്കന്മാരെയും, പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും കുറ്റം പറയുന്ന ഒരു ഭാഗവും അവരവിടെ വെച്ചു അവരംഗീകരിക്കില്ലെന്നാണ് പറഞ്ഞത്. പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും ഒരു കാരണവശാലും അവരെ കുറ്റം പറയാൻ അംഗീകരിക്കില്ല. എന്തായാലും ഇനി അടുത്ത ഈ 5 വർഷം എന്ന് പറയുന്നത് 5 വർഷം ചെറിയ കാര്യമല്ല. 5 വർഷം കൊണ്ട് മിക്കവാറും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ ഔദ്യോഗിക ലിക്വിഡേറ്റർമാരായിട്ട് ഇവർ രണ്ടുപേരും നമുക്ക് പ്രഖ്യാപിക്കാം. അതെ, അതാണ് വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, CPM നന്നാകാനുള്ള ഒരു ലക്ഷണവും ഇല്ല. നന്നാകണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പദവി ഒഴിയണം. ആ പദവി ഒഴിയണമെന്ന് അവരോട് നേരക്കം നോക്കി പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റ ആൺതരി പോലും, ഒരു കനൽത്തരി പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, വീണ വിജയനെ പാർട്ടി കൈവിട്ടിട്ടുണ്ട്. അത് വേറെ വഴിയില്ല. ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് വീണ വേറെ പാർട്ടി പറയുന്നതാണ്. പക്ഷേ ഇടിക്കാർ തല്ലാൻ ചെന്നപ്പോൾ ഇതാരും ഓർത്തതുമില്ല. ഇല്ല, അത് പിന്നെ വേറെ കൊട്ടേഷൻ, പാവപ്പെട്ടവന്മാർ ജയിലിൽ കിടക്കുകയാണല്ലോ, വേറെ കൊട്ടേഷനായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ജോൺ ബ്രിട്ടാസും NN കൃഷ്ണദാസും എല്ലാവരും പറയുന്നത് വീണയുടെ കേസിൻ്റെ കാര്യം വീണ നോക്കിക്കോളും, അതായത് CPM-ന് അതിന് ആവശ്യമില്ല. പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടി? പിണറായി വിജയനെ ED പിടിച്ച് തിന്നാൻ ചെന്നത് വീണയുടെ വീട്ടിലാണ്. അവിടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ED ഉദ്യോഗസ്ഥരെ തല്ലണമെന്നുണ്ടോ? പിണറായി വിജയനെ ഇനിയും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പിണറായി വിജയനെ ചോദ്യം ചെയ്യും. പിണറായി വിജയനെ വീട് വളഞ്ഞ് ചിലപ്പോൾ ചോദ്യം ചെയ്തെന്ന് വരും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രാജ്യത്തെ നിയമ സംവിധാനമാണ്, അവർക്ക് തോന്നിയാൽ അവരത് ചെയ്തെന്നും വരും. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് 100% ഉറപ്പിക്കാം, CPM-ന്റെ തകർച്ച ഏതാണ്ട് പൂർണ്ണമായി. അന്തകന്മാരുടെ സ്ഥാനത്ത് ഈ രണ്ടുപേരും ഇവർ മാറത്തില്ല. ഇവർ മാറാതെ വരുന്നു. BJPക്ക് പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയായി BJP തൂത്തുവാരിക്കൊണ്ടു പോകാനുള്ള ഒരു നീക്കവുമായി.